അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല നമ്മുടെ മൊബൈലിലെ ആപ്ലിക്കേഷനുകളെ കുറിച്ചാണ്. കാരണം എന്ന് പറയുന്നത് ഞാൻ ഒരു മാസമായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ നിന്ന് ഞാൻ ഇത്ര ആപ്ലിക്കേഷൻസുകൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. എന്നാൽ ഒരു മാസത്തോളമാണ് ഞാൻ ആപ്ലിക്കേഷൻസുകൾ കൂടുതലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് റിവ്യൂകളും മറ്റുമൊക്കെ നൽകുന്നത് ആപ്ലിക്കേഷനുകളെ കുറിച്ച്. അപ്പോൾ ഏതൊരു ടെക്നോളജി യൂട്യൂബറെ നോക്കിയാലും അവർ എല്ലാവരും ആപ്ലിക്കേഷൻസുകളെ കുറിച്ച് റിവ്യൂ ചെയ്യാറുണ്ട്. എല്ലാ യൂട്യൂബർമാരും ആപ്ലിക്കേഷനുകളെ കുറിച്ച് റിവ്യൂ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻസുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എന്നാൽ ചിലരെങ്കിലും വന്ന് താഴെ കമന്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻസുകൾ റിവ്യൂ ചെയ്യുന്നതിന്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യാറുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിനെ കംപ്ലൈന്റ് ആക്കും, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്ലിക്കേഷനുകൾ ഒരുപാട് നമ്മുടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ പെട്ടെന്ന് കംപ്ലൈന്റ് ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യാറുണ്ട്. നെഗറ്റീവ് കമന്റ്സുകൾ താരതമ്യേന ഞാൻ റിപ്ലൈ നൽകാറില്ല, അതോടൊപ്പം തന്നെ ഞാനത് ചെവി കൊടുക്കാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ഇത്തരം കമന്റുകൾ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിനെ കംപ്ലൈന്റ് ആക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾക്ക് തീർച്ചയായിട്ടും റീപ്ലൈ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷനാണ്, ആപ്ലിക്കേഷനുകൾ കംപ്ലൈന്റ് ആണോ, ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിനെ പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് അവർക്കും ഒരു കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ട് അതിന്റെ റീപ്ലൈ ഞാൻ ജസ്റ്റ് അതൊന്ന് വിവരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന്റെ ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞ ആപ്ലിക്കേഷൻസുകൾ ഒരിക്കലും നമ്മുടെ ഫോണിനെ കംപ്ലൈന്റ് ആക്കുകയില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതൊരു ഫോൺ എടുത്താലും അതിൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഒരു പുതിയൊരു ഫോൺ എടുത്താൽ പോലും അതിൽ പോലും കമ്പനി അവരുടെ സിസ്റ്റം ആപ്ലിക്കേഷനായി തന്നെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ആ ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ സിസ്റ്റമായി അവർ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ അത് നമ്മുടെ ഫോണിനെ കസ്റ്റമൈസേഷൻ ചെയ്യാനും കൂടുതൽ ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കും. വാട്സപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, ഫേസ്ബുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, ഇതൊക്കെ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കംപ്ലൈന്റ് ആണ്, ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കും, എല്ലാവരും ഉപയോഗിക്കും. ചില ആപ്ലിക്കേഷൻസുകളുടെ ഫീച്ചേഴ്സുകൾ കൂട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിനെ കുറിച്ച് കൂടുതൽ ഫീച്ചേഴ്സുകൾ നമുക്ക് വാട്സപ്പ് തന്നിട്ടില്ലാത്ത ഫീച്ചേഴ്സുകൾ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. യാതൊരുവിധ പ്രോബ്ലംസ് അതിന് ഞാൻ കാണില്ല. അപ്പോൾ കൂടുതൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലംസ് വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് എന്റെ 2GB റാമും 8GB ഇന്റർ മെമ്മറി ഉള്ള ഒരു ഫോണാണ്. ഈ ഒരു ഫോണിൽ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷന് ഒരു പരിധിയുണ്ട്. അതുപോലെ ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോണിലാണ്. അതിലെ റാം എന്ന് പറയുന്നത് 4GB റാമും അതുപോലെ തന്നെ 64GB ഇന്റർ മെമ്മറിയുമാണ് ഈ ഒരു ഫോൺ. ഇതൊരു സാംസങ്ങിന്റെ ഫോണാണ്. അപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അതായത് 4GB റാമായ ഈ ഒരു സാംസങ് ഫോൺ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അത്തരം ആപ്ലിക്കേഷൻസ് തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം റാമും ഇന്റേണൽ മെമ്മറിയും കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിന്റെ റാമും ഇന്റേണൽ മെമ്മറിയും എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞു വേണം നിങ്ങളുടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ ഫോണിൽ കംപ്ലൈന്റ് ആവില്ല. നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻസുകൾ കുത്തി നിറയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയും ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമോ, ചെയ്താൽ നിങ്ങളുടെ പ്രോസസ്സറിനും അതുപോലെ തന്നെ നിങ്ങളുടെ റാമും ഒക്കെ താങ്ങാൻ സാധിക്കുമോ എന്ന് അറിഞ്ഞു വേണം നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ആരെങ്കിലും ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞ് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ഫോണിന്റെ പ്രോബ്ലംസ് ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിന് ആ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ എടുക്കേണ്ട പ്രോസസിംഗ് സ്പീഡോ അല്ലെങ്കിൽ നല്ലൊരു പ്രോസസ്സറോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ തിങ്ങി നിറഞ്ഞു കിടക്കുന്നത് കാണാം. പ്രോസസ്സിങ്ങിന് താങ്ങാതെ വരികയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ ഫോണിൽ ആ ഒരു പ്രശ്നം കാണിക്കണമെന്നില്ല. അല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ അത് കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് താഴെ കൊണ്ടുവച്ച് നിങ്ങൾ കമന്റ് ചെയ്യുകയാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ കൊള്ളൂല, ഈ ആപ്ലിക്കേഷൻ നല്ലതല്ല, ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണെ ഹാങ് ആക്കും, ഈ ഒരു ആപ്ലിക്കേഷൻസുകളെല്ലാം പ്രോബ്ലംസ് ഉള്ളതാണെന്നൊക്കെ പറയുന്നതിന് യാതൊരുവിധ അർത്ഥവുമില്ല. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വെളിയിൽ നിന്ന് ഗൂഗിളിൽ പോയിട്ടൊന്ന് നിങ്ങൾ ക്രാക്കഡ് മോഡഡ് പോലുള്ള ആപ്ലിക്കേഷനുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്തത് അത് നമ്മുടെ ഫോണിനെ കംപ്ലൈന്റ് ആക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിയൊക്കെ അത് വളരെയേറെ ബാധിക്കും. എന്നാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ഏകദേശം 99% സെക്യൂർ തന്നെയാണ്. യാതൊരുവിധ പ്രോബ്ലംസും നമ്മുടെ ഫോൺ ഉണ്ടാക്കുകയില്ല എന്നുള്ളതാണ്. കാരണം ഗൂഗിൾ പ്ലേ പ്രൊട്ടക്ടോട് കൂടിയാണ് ഗൂഗിൾ അത്തരം ആപ്ലിക്കേഷൻസുകൾ കൂടുതലൊക്കെ സെർച്ച് ചെയ്തും അതുപോലെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കിയുമാണ് അവർ അതിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവർ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി തരുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസ് അതിലുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ, അതായത് ഗൂഗിൾ പ്രൊട്ടക്ട് ഒക്കെ നമ്മൾ സെക്യൂരിറ്റി ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഗൂഗിൾ നമുക്ക് നോട്ടിഫിക്കേഷൻ തരികയും നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല.